ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെ ഒരു നാട്ടുരാജ്യം ന്യൂക്ലിയർ റിസോഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു സ്വതന്ത്ര രാജ്യമാവാൻ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രി ആവാൻ നീക്കം നടത്തിയിരുന്നുവെന്ന് നിങ്ങൾക്കറിയോ? ഇന്ന് നമുക്ക് ആ കഥ ഒന്ന് കേൾക്കാം. 1947 ഓഗസ്റ്റ് 15 മുമ്പേ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഇന്ത്യയിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അവയെല്ലാം സ്വയം ഭരണത്തിലായിരുന്നു. അപ്പോൾ കേന്ദ്രത്തിലെ നെഹ്റു അടക്കമുള്ള എല്ലാ നേതാക്കളും ഇവരെ ഒന്നിപ്പിച്ച് ഇന്ത്യ എന്ന ഒറ്റ രാജ്യം രൂപീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് തിരുവിതാംകൂർ അല്ലെങ്കിൽ ട്രാവൻകൂർ ഒരു ബുദ്ധി ഉപയോഗിച്ചത്. അന്നത്തെ രാജാവ് അവരുടെ ദിവാനായിരുന്ന സർ CP മുഖേന തിരുവിതാംകൂറിന് ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രി ആവാൻ താല്പര്യമുണ്ട് എന്നുള്ളത് അറിയിച്ചു. എന്തായിരുന്നു തിരുവിതാംകൂറിൻ്റെ പ്ലാൻ? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എല്ലാ രാജ്യങ്ങളും ന്യൂക്ലിയർ എനർജിയുടെ പിന്നാലെയായിരുന്നു. ഓരോ രാജ്യത്തിനും ന്യൂക്ലിയർ എനർജിയിൽ മേൽക്കൈ നേടണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. തിരുവിതാംകൂറിലെ വിശാലമായ മണൽ തീരത്ത് ധാരാളം മോണോസൈറ്റ് ഉണ്ടായിരുന്നു. ഈ മോണോസൈറ്റിൽ അടങ്ങിയിരിക്കുന്ന തോറിയം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ യൂസ് ചെയ്യുന്ന ഒരു ഇന്ധനമാണ്. ഇത് വെച്ച് വില പേശാനുള്ള പ്ലാനായിരുന്നു തിരുവിതാംകൂർ. ഒരു ഇൻഡിപെൻഡൻറ്റ് രാഷ്ട്രമാവണമെന്നുണ്ടെങ്കിൽ എക്കണോമിക്കലി സ്റ്റേബിൾ ആവണം. സർ CP മുന്നോട്ട് വെച്ച പ്ലാൻ എന്താണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരുമായിട്ട് കൊല്ലങ്ങളോളം തുടരുന്ന ഒരു വ്യവസ്ഥ. അവർക്ക് മോണോസൈറ്റ് കൊടുക്കാം, തോറിയം കൊടുക്കാം, അങ്ങനെ എക്കണോമിക്കലി സ്റ്റേബിൾ ആവാം എന്നായിരുന്നു പ്ലാൻ. ഇത് കൂടാതെ ബാക്കി രാജ്യങ്ങളുമായിട്ടും ലോങ് ടേമിൽ കരാറുണ്ടാക്കാൻ പറ്റും. അങ്ങനെ തിരുവിതാംകൂർ ഇന്ത്യയിൽ നിന്ന് വിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമാണ്. സർ CP ഈ വിവരം, അതായത് തിരുവിതാംകൂറിന് ഒരു സ്വതന്ത്ര രാഷ്ട്രമാകണം എന്ന വിവരം എല്ലാവരെയും അറിയിച്ചിരുന്നു. ജവഹർലാൽ നെഹ്റു, അതുപോലെ ലോർഡ് മൗണ്ട് ബാറ്റൺ, സർദാർ വല്ലഭായ് പട്ടേൽ, എല്ലാവർക്കും ഈ കാര്യം അറിയായിരുന്നു. പക്ഷെ അവരൊന്നും അതിലത്ര തൃപ്തരായിരുന്നില്ല. കേന്ദ്ര നേതൃത്വം ആദ്യം ഇതിനെ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ മുഹമ്മദ് അലി ജിന്ന ഒരു ടെലിഗ്രാം അയക്കുകയാണ് സർ CPക്ക്. അതായത് പാകിസ്ഥാന് ഇതിൽ താല്പര്യമുണ്ട്, അതായത് തിരുവിതാംകൂറിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി കാണാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു, സഹകരിക്കാൻ താല്പര്യമുണ്ട്. ഇതറിഞ്ഞതോടുകൂടി കേന്ദ്ര നേതൃത്വം കൂടുതൽ കോഷ്യസായി. പക്ഷേ നമുക്ക് ഇന്ന് അറിയുന്ന പോലെ ട്രാവൻകൂർ ഒരു സ്വതന്ത്ര രാജ്യമായില്ല. ഇന്നും ഇന്ത്യയുടെ ഭാഗമാണല്ലോ. അപ്പോൾ എന്ത് സംഭവിച്ചു? മുൻപിൻ നോക്കാതെ വളരെ ശക്തമായ നിലപാടുകൾ എടുത്തിരുന്ന സർ CP രാമസ്വാമി അയ്യർക്ക് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു. കേന്ദ്ര നേതൃത്വം ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് വാണിംഗ് കൊടുത്തിരുന്നു. 1947 ജൂലൈ 25 ഒരു മ്യൂസിക് കൺസേർട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയ സർ CPയെ KCS മണി എന്ന് പറയുന്ന ഒരാൾ അറ്റാക്ക് ചെയ്തു. ഈ ആക്രമണത്തിന് നേരിട്ട് തിരുവിതാംകൂറിൻ്റെ സ്വയംഭരണമായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും ഈ ആക്രമണം സർ CPയെ ഒന്ന് ഇരുത്തി ചിന്തിച്ചു. അതിനുശേഷം അദ്ദേഹം ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രി എന്നുള്ള ഒരു ആശയമായിട്ട് മുന്നോട്ട് പോയില്ല. തിരുവിതാംകൂർ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഭാഗമായി തുടർന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്ന് ആ ആക്രമണം ഒരുപക്ഷെ നടന്നില്ലായിരുന്നെങ്കിൽ തിരുവിതാംകൂർ ഒരുപക്ഷെ ഇന്ന് ഒരു സ്വതന്ത്ര രാജ്യമായിട്ടുണ്ടാവും. ആണവ ശക്തി ഉപയോഗിച്ച് അങ്ങനെ ആവുന്ന ആദ്യത്തെ രാജ്യവും തിരുവിതാംകൂറും ആവുമായിരുന്നു.